അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബൊക്കാഷി ബക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. എത്ര വലിയ പെട്ടിയുണ്ടോ ഗൈസ്. ഓ ഹലോ ഗൈസ്, എല്ലാവർക്കും ഫയർ ടെക് സ്കോറിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. നല്ല വലിയ പെട്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ വളം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ല സാധനം ഗൈസ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ്. അപ്പോൾ ഇതിൽ 2 ബക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ബൊക്കാഷി ബക്കറ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് ബൊക്കാഷി മിക്സ്ഡ്. അപ്പോൾ ഗൈസ് ഇതാണ് ശർക്കര കേട്ടോ. ഇത് നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്കാനുള്ള സാധനമാണ്. ഇതൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇതിങ്ങനെ ബക്കറ്റ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കണം. അപ്പോൾ ഇത് ഒരു സെറ്റായിട്ട് ഇതാണ്. എന്തിനാന്ന് വെച്ചാൽ ഫിൽറ്റർ. ഒരു ഫിൽറ്റർ വേറെ ബക്കറ്റ് യൂസ് ചെയ്യാനാണ്, നമ്മൾ വളം ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ. ഇത് എക്സ്ട്രാ ഫിൽറ്റർ. പിന്നെ ഇത് ഇവിടെ എന്തോ പൊട്ടി പോയിരുന്നു. ഇതാണ് മറ്റേ സാധനം, മിക്സ്ഡ് ആ സാധനം. ഇവിടെ പൈപ്പ് വരുന്ന സ്ഥലമുണ്ട്. ഈ പൈപ്പിൽ കൂടെയാണ് നമുക്ക് ഇത് വരുന്നത്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഒരു ബൊക്കാഷി ബക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇതാണ് ആ സെറ്റപ്പ്. ഒരു ബൊക്കാഷി ബക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ പശുക്കൾക്ക് വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കമ്പോസ്റ്റിങ് ചെയ്യാനത്, അതായത് ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വേറെ ഉപകാരപ്രദമായാണ്. അതായത് നമ്മൾ ഇതുപോലെ ചെടിയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് ബൊക്കാഷി ബക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു വീടിൻ്റെ വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു മൂലയെ വെച്ച് വളർത്താവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. Biodrops presents Bokashi Bucket with Japanese technology. Bokashi Bucket turns kitchen waste into world-class biofertilizer without odor, worms or insects. Bokashi Bucket is approved by Kerala State Shuchitwa Mission. Use Biodrops Bokashi Compact Kitchen Garden to grow your own fresh organic vegetables even in compact spaces. Let's unite for a Swachh Bharat. A quality product from Bio. അപ്പോൾ ഗൈസ് ഈ ബൊക്കാഷി ബക്കറ്റ് വേണ്ടവർക്ക് ഞാൻ ഈ വീഡിയോയിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഏറെ ഫേമസ് ആയ ഒരു ബക്കറ്റാണ് ബൊക്കാഷി ബക്കറ്റ്. നമുക്ക് കമ്പോസ്റ്റിംഗ് തയ്യാറാക്കുന്നതാണ്. LSCDയുടെ ഈ കമ്പനിയുടെ ആണ് കേട്ടോ ഗൈസ് ഇത് ബൊക്കാഷി ബക്കറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനായിട്ട്. ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഓർഡർ സഹിതം വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ബൊക്കാഷി മിക്സ്ചർ പൗഡർ. ഇത് നമുക്ക് ഒരു സെറ്റിൽ വരുന്നത് 3 എണ്ണമാണ്. അപ്പോൾ ഇത് ഒരു സെറ്റിൽ 3 എണ്ണം കിട്ടും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ 1 ടീസ്പൂൺ വിതറേണ്ടത്. പിന്നെ ഫിൽറ്റർ വരും കേട്ടോ ഗൈസ്. ഇതാണ് ഫിൽറ്റർ. ഇത് നമ്മൾ ബൊക്കാഷി ബക്കറ്റിൻ്റെ ഇതാണ്. ഇത് വലിയ മൂടിയാണ് കേട്ടോ ഗൈസ്. ഈ ബൊക്കാഷി ബക്കറ്റിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഈ സാധനം നമ്മൾ ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഫിൽറ്റർ നമ്മൾ ഇവിടെ ശർക്കര ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് നമ്മൾ ആ സാധനങ്ങളൊക്കെ ഇടും.
ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ചെയ്യുന്നതായിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഗൈസ്. അതിനുശേഷം ബൊക്കാഷി കിറ്റിനോടൊപ്പം ലഭിക്കുന്ന ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ 1 സ്പൂൺ എടുത്ത് ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക. ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ വിതറിയ ശേഷം അതിനോടൊപ്പം ലഭിക്കുന്ന ഫിൽറ്റർ അതിനു മുകളിലായി പ്ലേസ് ചെയ്യുക. അതിനുശേഷം കമ്പോസ്റ്റ് മേക്കർ 1 സ്പൂൺ കൂടെ ഫിൽറ്ററിന് മുകളിലായി വിതറുക. അതിനുശേഷം അടുക്കള അവശിഷ്ടങ്ങൾ ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക. അതിനുശേഷം ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ അവശിഷ്ടങ്ങൾക്ക് മുകളിലായി വിതറുക. ഇനി അടപ്പ് വച്ച് നന്നായി ക്ലിപ്പിട്ട് അടച്ചുവെക്കുക. കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കാത്തിടത്ത് സുരക്ഷിതമായി വെക്കുക. ഓരോ ദിവസത്തെയും ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഇപ്പോൾ ഒരു ഇതിൻ്റെ സെറ്റിൽ 3 എണ്ണം വരും ബൊക്കാഷി ബക്കറ്റ്. അപ്പോൾ ഇത് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സാധനമാണ്. ഞാനിപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ആകുമ്പോൾ സൂര്യപ്രകാശം അധികം കിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ ഗൈസ്, ബൊക്കാഷി ബക്കറ്റ്. ഇതിൽ നമ്മുടെ വേസ്റ്റ്, ഫ്രൂട്ട്സ്, ഖരാവസ്ഥയിലുള്ളത്, അതായത് എല്ല്, മീൻ, ഇറച്ചി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ആദ്യം ശർക്കര ഇടണം. ശർക്കര നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് 100 ഗ്രാമൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു സ്പൂൺ കിട്ടാൻ മതി കേട്ടോ. ഇത് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫിൽറ്റർ വെച്ചിട്ട് ഈ സാധനം എന്നിട്ടാണ് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യാട്ടോ ഗൈസ്. ഇതാണ് അതിൻ്റെ വീഡിയോ കണ്ടു നോക്കൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് 30 ലിറ്റർ ഉണ്ട് കേട്ടോ. ഇത് ഒരു ബക്കറ്റ് 30 ലിറ്ററാണ്. പിന്നെ ഇതിൽ ഇത് നിറയുമല്ലോ, ഇവിടെയും വരൊക്കെ എത്തുമ്പോൾ ഇത് 15 ദിവസം ഫെർമെൻറ്റേഷൻ വെക്കണം. 2 ദിവസം കൂടുമ്പോൾ ഈ പൈപ്പ് വഴി തുറന്നിട്ട് ഒരു ലിക്വിഡ് പോലെ, അതായത് ഒരു കട്ടൻ ചായയുടെ ബ്രൗൺ ലിക്വിഡ് പോലെ കിട്ടും. അത് തുറന്ന് കിട്ടും. അതാണ് ലിക്വിഡ് ടീ എന്ന് പറയുന്നത്. അതായത് ബൊക്കാഷി ടീ എന്നാണ്, ഒരു ചായയുടെ രൂപത്തിൽ കാരണം ബൊക്കാഷി ടീ എന്നാണ് ഇതിന് കിട്ടുന്നതിനെ പറയുന്നത്. ഇത് ഏറ്റവും പേരെടുത്ത കമ്പനിയുടെ ഉണ്ടോ ഗൈസ്, ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു സാധനം കേട്ടോ, ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല സാധനം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വളം, ഞങ്ങൾക്ക് പിന്നെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ കമ്പോസ്റ്റ്, മണ്ണീര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം അധികമില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊക്കെ, അതായത് ഇപ്പോൾ വീട്ടിലൊന്നും വളർത്തുന്നവരില്ല, ഒരു വീട് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും പ്രയോജനപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഒരു വീടിൻ്റെ മൂലയിൽ വയ്ക്കാവുന്ന സാധനമാണ്. ഇതിൽ നിന്ന് ഈ ടീ എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ചെടികളും നല്ല വളക്കൂറുള്ള വെള്ളമുണ്ട്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നേരിട്ട് ഉപയോഗിക്കാം, പക്ഷെ അത്ര ഉപയോഗിക്കരുത്. കാരണം 15 ദിവസത്തെ കാത്തിരിപ്പിനുള്ളിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കൂട്ടിയിട്ടാണ് അത് ഒഴിക്കേണ്ടത് കേട്ടോ ഗൈസ്. വെള്ളത്തിൽ കൂട്ടി ഒഴിച്ചാൽ മതി. അത് പിന്നെ അത് കാറ്റ്, എയർ കടക്കാത്ത ഒരു ടിന്നിലാക്കി അടച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ പൊടി ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കിട്ടാവുന്നതാണ്. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും കേട്ടോ ഗൈസ്. ഇതിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ MRP കൊടുത്തിട്ടില്ല, കാരണം സെറ്റായിട്ട് വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഈ ബൊക്കാഷി ബക്കറ്റിൽ ഉപയോഗിക്കേണ്ടതെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെറ്റായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എക്സ്ട്രാ ശർക്കര കാര്യങ്ങൾ, പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതിനുള്ള ഒരു പുസ്തകം കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് കാണിച്ചു തന്നല്ലോ, ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതുപോലെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ഉപകാരപ്രദമായ സാധനമാണ് ഈ ബൊക്കാഷി ബക്കറ്റ്. പിന്നെ ഗൈസ്, ഈ ലിക്വിഡ് മാത്രമല്ല കേട്ടോ,
അത് കഴിഞ്ഞ് നമുക്കിവിടെ എന്തോ പാട് പോലെ പൊങ്ങിക്കിടക്കും. ആ സാധനം നമ്മൾ അത് വീണ്ടും എടുത്തു വെച്ച് അത് കമ്പോസ്റ്റ് രൂപത്തിലാക്കാം. ആ കമ്പോസ്റ്റ് രൂപത്തിൽ ഇത് നമുക്ക് ചകിരിച്ചോറ് അങ്ങനെയുള്ള മണ്ണും ഒക്കെ കൂടി കൂട്ടിക്കലർത്തി നമുക്ക് അതൊരു കമ്പോസ്റ്റ് വളമാക്കി തീർക്കാം. ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് മാലിന്യങ്ങളിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംവിധാനമാണ് ബൊക്കാഷി ബക്കറ്റ്. പിന്നെ ഇതിൻ്റെ ഈ പെട്ടിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ബോക്സിനുള്ളിൽ 30 ലിറ്റർ ബൊക്കാഷി ബക്കറ്റ്, അതായത് 30 ലിറ്റർ അളവുള്ള ബൊക്കാഷി ബക്കറ്റ്, പിന്നെ കമ്പോസ്റ്റ് മേക്കർ പൗഡർ, അതാണ് നമുക്ക് 3 എണ്ണം കിട്ടും ഒരു സെറ്റിൽ. പിന്നെ ലിക്വിഡ് പ്രസ്സർ അത് കിട്ടും. പിന്നെ ശർക്കര 20 ഗ്രാമാണ് അവർ തരുന്നത്. നമുക്ക് എക്സ്ട്രാ 100 ഗ്രാം മേടിച്ച് വീട്ടിൽ വെച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ് ശർക്കര. പിന്നെ ഫിൽറ്ററും കിട്ടുന്നതാണ്. ഫിൽറ്ററാണ് ഈ സാധനം. അപ്പോൾ ഇതിന് നമുക്ക് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നമുക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്നിന് അഭാവം കണ്ടാൽ, അതായത് നമ്മൾ ചിലപ്പോൾ ഫിൽറ്ററൊന്നും നമുക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ഈ ഫിൽറ്റർ സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് കിട്ടാതെ വന്നാൽ നമുക്ക് അവരുമായി ബന്ധപ്പെടാവുന്ന ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബൊക്കാഷി ബക്കറ്റ് കുറേ നാളുകളായി. ഇത് പ്ലാസ്റ്റിക്കാണ്, അതായത് ഏറ്റവും വലിയ നല്ല പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത്. നമുക്ക് ഈ സാധനമില്ലേ, ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് ഈ ക്ലിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ലോക്കാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് വെച്ച് ഇത് വികസിക്കും. അപ്പോൾ നമുക്കിത് എളുപ്പകരമാവും. ഇതിപ്പോൾ പുതിയതാണ്, നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് പൊട്ടാനൊക്കെ തുടങ്ങില്ലേ. അപ്പോൾ ഇതിൽ ചോർച്ചയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു അര ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് നമ്മൾ ചോർച്ചയുണ്ടോ എന്ന് നോക്കണം. ഇത് ഈ പൈപ്പിൻ്റെ അവിടേക്ക് ചോർച്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചോർച്ചയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമുക്കിതിൽ ചോർച്ചയുണ്ടോ എന്ന് നോക്കാം. അര ബക്കറ്റ് മാത്രമേ നിറയ്ക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ അങ്ങനെ കഴിയും. ടാപ്പ് ക്ലോക്ക് വൈസ് തിരിച്ചു വയ്ക്കുക. അപ്പം അങ്ങനെ വെള്ളം നിറച്ചിട്ട് ടാപ്പ് ക്ലോക്ക് വൈസ് ദിശ, അതായത് ക്ലോക്ക് വൈസ് ദിശ എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിശയിൽ തിരിച്ചു വെക്കാം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ് ദിശയിൽ നമ്മളിങ്ങനെ തിരിച്ചു വെക്കാം. പിന്നെ ഇതില്ലേ ഈ ലിക്വിഡ് നമ്മൾ ഒരു വായു കടക്കാത്ത ഭരണിയിൽ അടച്ചു വയ്ക്കണം. പിന്നെ എല്ലാവരോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ പൗഡർ ഉണ്ടല്ലോ, ഈ പൗഡർ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൽ 1 സ്പൂണാണ് ഇടേണ്ടത്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൽ എയർ കിടക്കും. ഇതിൽ എയർ കിടക്കാതിരിക്കാൻ നമ്മൾ ഒരു എയർ കിടക്കാത്തൊരു ഭരണിയിൽ ആക്കി അടച്ച് വയ്ക്കണം. അല്ലെങ്കിൽ തണുക്കാതെ നോക്കണം. അത് തണുത്താൽ പിന്നെ കേടായി പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബൊക്കാഷി ബക്കറ്റ് വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് മണമുണ്ടാകുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. സ്മെല്ലുണ്ടാകുമോ എന്ന്. അപ്പം ഉണ്ടാകില്ല, എന്നാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ മണം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അച്ചാറിൻ്റെ മണമായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ മാലിന്യം കൊണ്ട് വളമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലിടുമ്പോൾ അച്ചാറിൻ്റെ മണമായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ അതീവ ദുർഗന്ധമാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വേണ്ട അളവിൽ കമ്പോസ്റ്റ് മേക്കർ ചേർക്കാതിരിക്കുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 1 സ്പൂൺ ചേർക്കണമെന്ന്. അതായത് വേണ്ട അളവിലാണ് ചേർക്കേണ്ടത്. അതിൽ ചേർക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്നത് അഭാവം മൂലം നമുക്ക് മണമുണ്ടാക്കാം. ദിവസേന ഈ ബക്കറ്റിൽ അടപ്പ് നന്നായി അടയ്ക്കാത്തതിനാൽ, അതായത് നമ്മൾ ദിവസേന ബക്കറ്റിൽ ഇത് അടപ്പ് നന്നായി അടയ്ക്കണം. നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കണം. പിന്നെ ഈ ദ്രാവകത്തിൻ്റെ ടാപ്പ് നന്നായിട്ട് അടയ്ക്കുക. ഈ ടാപ്പ് അടച്ചില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇറ്റിറ്റി വരും. നമ്മൾ അടച്ച് ഉറപ്പ് വരുത്തണം. പിന്നെ ബക്കറ്റ് പുറത്ത് അമിതമായ ചൂടിൽ നമ്മൾ ഈ ബക്കറ്റൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ വയ്ക്കണമെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ ഇത് വച്ചാൽ നല്ല ഭൂരിജാതി മണമായിരിക്കും. അപ്പം നമ്മൾ
എപ്പോഴും നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ നിലനിർത്തി റൂമിൽ വെളിച്ചം കിട്ടാത്ത സ്ഥലങ്ങളിൽ വെളിച്ചം കിട്ടും, എന്നാലും ചൂട് അധികം തങ്ങാത്ത നമ്മുടെ റൂമിനുള്ളിലെ ടെമ്പറേച്ചറിൽ വയ്ക്കാവുന്ന സാധനമാണിത്. ഇത് നമ്മുടെ അടുക്കളകളിലും വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ ബൊക്കാച്ചി, ഇതിനെ പറയാനാണ് ബൊക്കാച്ചി മിക്സ്ചർ പ്ലസിനു വേണ്ടി ഇതിന് മിക്സ്ചർ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു മൂലയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ബൊക്കാഷി ബക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, Drops comment presents Bokashi Bucket with Japanese technology.